കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വൈക്കം. കേരളത്തിലെ ആദ്യത്തെ ചെറുപട്ടണം എന്ന ഖ്യാതിയും വൈക്കത്തിനുണ്ട്. നാളികേരവും നെൽകൃഷിയും കൂടാതെ വേമ്പനാട് കായലിന്റെ തീരപ്രദേശമായതുകൊണ്ട് മത്സ്യവിഭവങ്ങളും യഥേഷ്ടം ഇവിടെ ലഭിക്കുന്നു. എന്നാൽ ഇടക്കാലത്ത് നെൽകൃഷിയോട് കർഷകർ വിമുഖത കാട്ടുകയും അതിന്റെ ഫലമായി പാടങ്ങൾ ഉപയോഗശൂന്യമാവുകയും ചെയ്തു. ഇങ്ങനെ നെൽകൃഷി ചെയ്യാതെ ഉപയോഗശൂന്യമായ പാടം പാട്ടത്തിനെടുത്ത് കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയം നേടുകയാണ് കർഷക സുഹൃത്തുക്കളായ സുന്ദരനും അംബുജാക്ഷനും സജിയും. വൈക്കം താലൂക്കിലെ മറവൻതുരുത്ത് ഗ്രാമത്തിലാണ് ഇവരുടെ കൃഷിയിടം. തരിശുനിലമായി കിടന്ന ഭൂമി ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇന്ന് സമൃദ്ധമായ ജൈവ കൃഷിത്തോട്ടമായി മാറിയിരിക്കുന്നു. നമ്മുടെ പ്രത്യേകിച്ച് പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഇത് കൊടുപ്പാടം എന്ന് അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഈ കൊടുപ്പാടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീർഘകാലങ്ങളായിട്ട് ഈ പ്രദേശത്ത് ധാരാളം പച്ചക്കറികൾ, പ്രത്യേകിച്ച് പാവൽ, വെണ്ട, വഴുതന, വെള്ളരി, മത്തൻ, കുമ്പളം തുടങ്ങി എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നൊരു പ്രദേശമാണ്. അങ്ങനെ കുറേ കാലങ്ങളായിട്ട് കൃഷി ചെയ്തിരുന്നത് ഏതാണ്ടൊരു കഴിഞ്ഞൊരു 4-5-6 വർഷങ്ങൾക്കായിട്ട് അതിൻ്റെ കൃഷിയിടങ്ങളൊക്കെ ആകെ പോയി. പച്ചക്കറികളിൽ നിന്നുമൊക്കെ പൊതുവെ ജനങ്ങൾ പിന്നോട്ട് മാറി. അങ്ങനെ കൃഷി ഇല്ലാതെ കിടക്കുന്നൊരു സാഹചര്യമാണ് ഈ അടുത്ത 1-2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം മാറ്റി പുതുതായിട്ട് നമ്മുടെ പ്രദേശത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഈ അടുത്ത കാലമായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. അതിന് തുടക്കം കുറിച്ചത് 10-40 വർഷത്തിലധികം, എനിക്ക് 52 വയസ്സുണ്ട്, ഒരു 40 വർഷത്തിലധികം ഉള്ള ഓർമ്മ എനിക്കുണ്ട്. സുന്ദരൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൃഷിത്തോട്ടം, അദ്ദേഹം ഈ പ്രദേശത്ത് എല്ലാ സ്ഥലങ്ങളിലും വിവിധ മേഖലകളിൽ പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട കൃഷി, ഒരേ തരങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന കൃഷി പച്ചക്കറികൾ മാത്രമല്ല, സുന്ദരൻ ചേട്ടൻ നടത്തി വരുന്നത് മത്സ്യകൃഷി നടത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം കോട്ടയം ജില്ലയിൽ കോഴി ഫാം തുടങ്ങിയത് സുന്ദരൻ ചേട്ടനാണ്. അതുപോലെ കോഴിയും മീനും കൂടി സംയോജിതമായിട്ട് നടത്തുന്ന കാർഷിക പുതിയ രീതി നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തിയത് ഈ സുന്ദരൻ നളന്തയാണ്. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഒരു പുത്തൻ ഉണർവ് നൽകുന്ന കാര്യത്തിലും പുതിയ തലമുറയ്ക്കും നമ്മുടെ നാട്ടിലെ പൊതുവെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള കൃഷി രീതികൾ അവലംബിച്ചിട്ടുള്ളതും കാണിച്ചു തന്നതും ഗ്രാമപ്രദേശത്തെ കാണിച്ചു തന്ന വ്യക്തിയാണ് ജി സുന്ദരൻ. പാവലും ചീരയും വഴുതനയും മത്തനും കോവലും കുമ്പളവും കപ്പളവും വെള്ളരിക്കയും തുടങ്ങി മത്സ്യകൃഷി വരെ ഇന്നിവർ ചെയ്യുന്നു. കൃഷിയിൽ പുതിയ രീതികളും പരീക്ഷണങ്ങളും ഇവർ അവലംബിക്കുന്നു. തരിശുനിലം കൃഷിയോഗ്യമാക്കി മാറ്റിയത് വളരെ ശ്രമകരമായിരുന്നു. പതിനഞ്ച് വർഷമായിട്ട് തരിശു കിടക്കുന്ന ഭൂമിയാണിത്. ഞങ്ങളിതിൻ്റെ ഓണറെ കണ്ട്, ഇവിടെ മാഞ്ഞൂരാണ് ഇതിൻ്റെ ഓണറുടെ വീട്, പുള്ളീനെ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഈ പന്തലിന് ആവശ്യമായിട്ടുള്ള കുറ്റി വെട്ടിയെടുക്കാൻ അവിടെ തലപോയ തെങ്ങുണ്ടായിരുന്നു, അത് വെട്ടിയെടുത്ത് തന്നു. പിന്നെ ബാക്കി കുറച്ച് മുളയുടെ കുറ്റികളൊക്കെ പുള്ളി ഫ്രീ ആയിട്ട് തന്നു. പുള്ളിയെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ശരിക്കും ഇതിനോട് സപ്പോർട്ട് ചെയ്ത് പുള്ളി ഇപ്പോഴും ഈ സമയം വരെ പുള്ളി നമ്മളോട് സപ്പോർട്ട് ചെയ്തായിരിക്കണം. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളിത് ആദ്യമേ തന്നെ ഇത് ഉഴുത് റെഡിയായിക്കൊണ്ട് തടം കൂട്ടി കുമ്മായം ആദ്യം ഇട്ട്, ഇച്ചിരി പുളിരസം കൂടുതലുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് കുമ്മായം പ്രധാനമായിട്ട് വേണമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്മായം ഇട്ട്, അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കോഴിവളം ഇത്രയും ചേർത്ത് ഒന്നുകൂടെ കൊത്തി റെഡിയായി കഴിഞ്ഞിട്ട് കഴിഞ്ഞ 29/7/2016 തീയതിയിൽ ഞങ്ങളുടെ ഇത് പാവൽ നടുകയുണ്ടായി. പാവൽ നട്ട് ഒരുവിധം വള്ളി വീശാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓരോ തടത്തിനകത്തും 10 ചീരത്തൈയും അതോടൊപ്പം തന്നെ ഒരു വഴുതനയും നട്ട്. ചീര പെട്ടെന്ന് കയറി വലുതായി. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു 3600-4000 രൂപ അടുത്ത് ചീര ഞങ്ങൾക്ക് വിറ്റ് കൊടുക്കാൻ പറ്റി. മൊണാലിസ എന്ന ഹൈബ്രിഡ് ഇനം പാവലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. പെട്ടെന്ന് വളരുന്നതും മികച്ച വിളവ് തരുന്ന ഇനവുമാണ് ഇത്.
പാവൽ നടുന്ന തടത്തിൽ തന്നെ ചീരയും വഴുതനയും നടുന്നു. ഇതുകൊണ്ട് പാവലിനുപയോഗിക്കുന്ന വളം തന്നെ വഴുതനയ്ക്കും ചീരയ്ക്കും മതിയാവും. ഇതിലൂടെ വളം പരമാവധി ഉപയോഗപ്പെടുത്താനും അതുവഴി അധിക ചെലവ് കുറയ്ക്കുവാനും സാധിക്കുന്നു. മാത്രമല്ല, ജലസേചനത്തിനും ഇതുവഴി ചെലവ് കുറയുന്നു. പരിമിതമായ സ്ഥലത്തു നിന്ന് കൂടുതൽ ആദായം എന്ന മെച്ചവും ഇതിനുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ഒരു കൃഷിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കൃഷിത്തോട്ടം സുന്ദരൻ ചേട്ടനും അതുപോലെ തന്നെ അംബുജാഷും സജി 2-3 പേര് കൂടി നടത്തുന്ന ഒരു ജൈവ പച്ചക്കറി കൃഷിത്തോട്ടമാണ്. ഏറ്റവും നല്ല ഹൈബ്രിഡ് പാവക്കയാണ്. ഇതിൻ്റെ മൊണാലിസ എന്ന ഹൈബ്രിഡ് പാവക്കായുടെ വിത്താണ് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. പാവക്കായുടെ കൂടെ അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് വഴുതനയും ചീരയും നട്ടിട്ടുണ്ട്. മുഴുവൻ ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ആധുനികമായ പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ സ്വയം അവലംബിക്കുന്നതിലും നല്ല ഒരു കാഴ്ചപ്പാടും ഒക്കെയുള്ള യഥാർത്ഥ ഒരു കർഷകരാണ് ഇവരെല്ലാവരും തന്നെ. കൃഷിയിടങ്ങളിൽ ഞങ്ങളെ പഞ്ചായത്തിന് തന്നെ പല നേട്ടങ്ങൾക്കും ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കാർഷിക കർമ്മസേനയിൽ നല്ല നിലയിൽ സജീവമായി കൊണ്ടുപോകുന്ന കാര്യത്തിലുമെല്ലാം ഇവരുടെ എല്ലാം പങ്കാളിത്തമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എല്ലാ പ്രദേശങ്ങളിലും, അതായത് നമ്മുടെ പഞ്ചായത്തിൽ 15 വാർഡാണുള്ളത്. ഓരോ വാർഡിലും ഇതുപോലെയുള്ള കർഷകർ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു 4-5 കർഷകർ ഇതേ മനോഭാവമുള്ളവരുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുവായ കൃഷിയിടങ്ങളെല്ലാം തന്നെ സജീവമാകും. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ കൂട്ടായി നടത്തുന്നുണ്ട്. കാർഷിക വികസന സമിതി കൂടുമ്പോഴും കർമ്മസേന കൂടുമ്പോഴുമെല്ലാം ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസറുടെയും അതുപോലെ തന്നെ കാർഷിക കർമ്മസേനയുടെയും വികസന സമിതിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പും കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ നമ്മൾ വന്ന് പയർ നല്ല വിളവെടുപ്പ് നടത്തിയിരുന്ന പ്രദേശമാണ്. ഈ പ്രാവശ്യം ഇപ്പോൾ പാവക്ക നല്ല നിലയിൽ വളർന്നിട്ടുണ്ട്. അതെല്ലാം നാടിന് ഇപ്പോൾ ഉൽപ്പാദന രംഗം സജീവമാകുന്നത് നാടിൻ്റെ സമ്പത്താണ്, വ്യക്തിയുടെ വളർച്ചയല്ല. അതിനേക്കാൾ ഉപരി പൊതുവായ സമൂഹത്തിന് നേട്ടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്തും എല്ലാം വിലയിരുത്തിയിട്ടുള്ളത്. ഇവരുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ഇവരോട് സഹകരിക്കുവാനും ബന്ധപ്പെടുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇവർക്ക് മറ്റു തരത്തിലുള്ള സഹായം എന്ന നിലയിലേക്ക് നമുക്ക് പച്ചക്കറിക്ക് വിത്ത് കൊടുക്കുവാനോ അതുപോലുള്ള പ്രവർത്തനങ്ങൾ നാമമാത്രമായ പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിലും ഗ്രാമപഞ്ചായത്തിനും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ തന്നെ സജീവമായി ഇടപെടുന്നുണ്ട്. ഇത് കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കണം എന്നാണ് ഗ്രാമപഞ്ചായത്തും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ആലോചിക്കുന്നത്. തീർത്തും ജൈവ രീതിയിൽ പരിപാലിക്കുന്നതുകൊണ്ട് കീടങ്ങളുടെ ശല്യം കൂടുതലാണ്. കായീച്ചക്കെണി, പഴക്കെണി, കൈതച്ചക്കക്കെണി, മഞ്ഞക്കെണി എന്നിങ്ങനെ 4 തരം കെണിയാണ് പ്രാണികളെ തുരത്താൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പാവലിനെ പ്രധാനമായും വെള്ളീച്ചയാണ് ശല്യം ചെയ്യുന്നത്. ഇതുമൂലം പാവലിന് മുരടിപ്പ് രോഗം പിടിപെടുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇവിടെ മഞ്ഞക്കെണിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഫലപ്രദമായി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് ഇവിടുത്തെ കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പാവലിനകത്ത് പ്രധാനമായിട്ടും വരുന്ന മുരടിപ്പ് രോഗമാണ്. അത് ആക്ച്വലി സ്പ്രെഡ് ചെയ്യുന്നത് നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചകൾ. അപ്പം പാവലിന് മെയിനായിട്ടൊരു ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യുന്നത് ഈ മുരടിപ്പ് രോഗം ഈ വെള്ളീച്ചകളാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജൈവ രീതി നമുക്ക് വളരെ നല്ലതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു മഞ്ഞക്കെണി ഈ മഞ്ഞലോട്ട് ഈ വെള്ളീച്ചകൾ വന്ന് അട്രാക്റ്റ് ആകുന്നത്, സാധാരണ മഞ്ഞലോട്ട് ഈ വെള്ളീച്ചകൾ വന്ന് അട്രാക്റ്റ് ആകുന്നത് നമുക്കിവിടെ കാണാം. നമ്മുടെ ഈ താങ്ങയിൽ തന്നെ മഞ്ഞ ഷീറ്റ് ഇങ്ങനെ ആണി അടിച്ച് ചെറിയൊരു കഷ്ണമായിട്ട് മഞ്ഞ ഷീറ്റ് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പീരിയോഡിക്കലായിട്ട് ആവണക്കെണ്ണ ഇങ്ങനെ തൂത്ത് വിടുക.
ആവണക്കണ്ണ തൂത്ത് വിടുമ്പോഴത്തേക്ക് ഈ മഞ്ഞ ഇതിനകത്ത് അട്രാക്റ്റായി വരുന്നത് വെള്ളീച്ചകൾ വന്ന് ഇതിനകത്ത് വന്ന് നമുക്ക് ധാരാളം ഇതിനകത്ത് വെള്ളീച്ചകൾ വന്ന് പറ്റിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ആവണക്കെണ്ണ ആയതുകൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ് അത് റെഡ്യൂസ് ആകും. അതിനകത്ത് ഇവിടുന്ന് പറക്കാൻ സാധിക്കത്തില്ല. ഇവിടെ വന്ന് സ്റ്റക്കായി ഇവിടെ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം കായയും അതിൻ്റെ ഇലയും വന്ന് നീരൂറ്റി കുടിക്കാൻ വേണ്ടി ഇരുന്ന വെള്ളീച്ചകൾ നമുക്ക് കാണാം ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെടിയെ നമ്മുടെ കൃഷിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ ജൈവ ഒരു മാർഗം തന്നെയാണ് നമുക്ക് വെള്ളീച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു മഞ്ഞക്കെണി. ഇതൊരു പൈനാപ്പിൾ ട്രാപ്പ്. പൈനാപ്പിൾ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കെട്ടി അതിനകത്ത് ചെറിയൊരു കീടനാശിനി അത് മുക്കിയ നമുക്ക് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുളിച്ച സ്മെല്ലും കൊണ്ട് തന്നെ പെണ്ണീച്ചകൾ വന്ന് ഇതിനകത്ത് അട്രാക്ട് ചെയ്യുന്നത് വന്ന് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ അത് ചത്ത് താഴോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നു നമുക്ക് പാവയ്ക്ക നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു മാർഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് പാവയ്ക്കയ്ക്ക് നമ്മുടെ കീടനാശിനിയുടെ അംശം നമുക്ക് ഒട്ടുമേ ഇല്ല. എക്സാക്ട്ലി പറയുന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പം ഇറ്റ്സ് 0% കീടനാശിനി. അപ്പോൾ പക്ക ജൈവ കൃഷിയിൽ നമുക്ക് കൃഷി നടത്താൻ സാധിക്കുന്നുണ്ട്. പഴക്കെണി, പാളയംകോടൻ പഴം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും ചെറിയൊരു കീടനാശിനകത്തേക്ക് മുക്കി വെച്ചാൽ ഈ ഒരു പുളിച്ച മണം കൊണ്ട് കീടങ്ങൾ അട്രാക്റ്റ് ആകും. പ്രത്യേകിച്ച് കായീച്ച. അപ്പം പാവയ്ക്കായി കുത്താതെ ഇത് വന്ന് ഈ പുളിച്ച സ്മെല്ലും കൊണ്ട് ഇതിന് വന്ന് ഇതിനകത്തു നിന്ന് നീരൂറ്റി കുടിക്കാൻ നോക്കും. അത് അങ്ങനെ കുടിക്കുമ്പോൾ കീടനാശിനിയുടെ അംശം ഉള്ളതുകൊണ്ട് അതിങ്ങനെ വന്ന് ചാകുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഫിറമോൺ ട്രാപ്പ്. ഈ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലൈവുഡിൻ്റെ കഷ്ണമാണ്. ഈ പ്ലൈവുഡിൻ്റെ കഷ്ണം അതൊരു ഇതിനകത്ത് ഫിറമോൺ ട്രാപ്പിന് കൂടെ അതൊരു കെമിക്കലിനകത്ത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്ലൈവുഡ് കഷ്ണമാണ്. അപ്പോൾ ഈ കായീച്ചകൾ ആ ഒരു ഫിറമോണിൻ്റെ ആ ഒരു ഇത് കൊണ്ട് വന്ന് അത് അട്രാക്റ്റ് ആയത് അവിടെ നിന്ന് സഖ്യ വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ആ പോയ്സണസ് ആ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് സഖ്യ താഴെ അത് നമുക്കിതിന് അടി കാണാം പല കായീച്ചകൾ വന്ന് വീണിട്ടുണ്ട്. പീരിയോഡിക്കലായിട്ട് ഈ കായീച്ചകൾ ഇതിനകത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ തൂക്കിയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല കായീച്ചകളും വന്ന് പാവയ്ക്ക കുത്താതെ അത് ഇതിനകത്ത് വന്ന് അത് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഓർഗാനിക് ട്രാപ്പ്, ഫിറമോൺ ട്രാപ്പ്. കെണികൾ വെച്ച ശേഷം മികച്ച വിളവാണ് ലഭിക്കുന്നത്. ചീരയിൽ നിന്ന് തന്നെ 4000 രൂപയോളം ലഭിക്കുകയുണ്ടായി. 300ഓളം കിലോയോളം പാവയ്ക്ക കഴിഞ്ഞ വിളവെടുപ്പിന് ലഭിച്ചു. കൂടാതെ വെള്ളരി, മത്തൻ എന്നിവയും മികച്ച വിളവ് നൽകുന്നു. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ആഴ്ച ഇതേ സമയം.